glorious moments. ഈ ഇസ്ലാം എന്ന് പറയുന്നത് പാസ്റ്റർ പറഞ്ഞതനുസരിച്ച് 7 ദുഷ്ടാത്മാക്കളുമായി വന്ന് കയറിയതാണ് ഈ ഇസ്ലാമായിട്ട് വന്നത്. മുഹമ്മദിലാണ് വന്ന് കയറുന്നത് അല്ലെ? അതാണ് പറഞ്ഞേ. ഒന്ന് വിവരിക്കാവോ അത്? മുഹമ്മദ് അതൊരു അനാലജിയാണ്. ഈ 7 മടങ്ങ്, അതായത് ഈ ജുദായിസം ശക്തിയോടെ നിലനിന്ന കാലത്ത് പോലും ഇസ്ലാമിനത്തോളം പവർ ഇല്ലായിരുന്നു. ആ 7 മടങ്ങ് ഇപ്പൊ ലോ ഉണ്ടെങ്കിലും ലോ എക്സിക്യൂഷൻ, ലോ എൻഫോഴ്സ്മെന്റ്, അതൊക്കെ അതികഠിനമായിട്ട് എവിടേക്ക് വന്നു? ഇസ്ലാമിലേക്ക് വന്നു. ഈ കൃത്യമാണ് യേശു പറഞ്ഞ ഉപമ. ഈ സാധനം പുറത്തു പോയിട്ട് വെള്ളമില്ലാത്ത സ്ഥലത്തൂടെ കറങ്ങി നടക്കുമെന്ന് പറഞ്ഞേ. ഈ വെള്ളമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. മരുഭൂമിയിലൂടെ ഇവനിങ്ങനെ കറങ്ങി 5 നൂറ്റാണ്ട് കറങ്ങിയിട്ട് ഇപ്പൊ ഗ്രേസിനെ തകർക്കാൻ വേണ്ടി ലോയെ വീണ്ടും കൊണ്ടുവരിക. അതാണ് നമ്മൾ കാണുന്നത്. മുഹമ്മദിന്റെ മതം മോശയുടെ മതത്തിന് പാരലാണ്. യേശുവിൻ്റെത് വ്യത്യസ്തമാണ്. അതൊരു മാർഗമാണ്, മതമല്ല. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ്സ് ഗൈഡഡ് ബൈ ഹോളി സ്പിരിറ്റ്. അപ്പം അത് ഡിക്രീഡ് ബൈ ഗ്രേസ്. ഗ്രേസ് എന്നുള്ളതല്ല, ലോ അല്ല. അതറിയാമല്ലോ. കാരണം ന്യായപ്രമാണ പ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ യേശു കർത്താവ് പറയുന്നത് എന്നതാ? ഗ്രേസ് ആണ്, പൊക്കോളാണ് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി ബേസ്ഡ് ഓൺ ഗ്രേസ്, ഇസ്ലാം ബേസ്ഡ് ഓൺ ലോ. ജുദായിസവും ലോ ആയിരുന്നു. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ വന്ന ഇസ്ലാം ഒരു പൈശാചികതയായിരുന്നു എന്നാണ് പാസ്റ്ററുടെ വാക്കിൽ നിന്ന് ഇപ്പം പൊതുജനം കേട്ടേക്കുന്നത്. അല്ല, ഒരു വൃക്ഷത്തെ എങ്ങനെയാ തിരിച്ചറിയണ്ടേ? യേശു ക്രിസ്തു പറഞ്ഞു അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണോ ഈ ഹിജാബ് നിർബന്ധമാക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ, ഈ പല രൂപഭാവ ഭേദങ്ങളൊക്കെ വരുത്തി അതനുസരിക്കാത്തവരെ വാളുകൊണ്ട് കൊല്ലുക, അവരെ ഉപദ്രവിക്കുക, അവരുടെ കുടുംബം നാശമാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പൈശാചികത ഉടലെടുക്കാനുള്ള ഒരു കാരണം ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണോ? ഈ ഹിജാബ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ ഈ ഹിജാബ് ഇസ്ലാമിന്റെ ഒരു മുഖമുദ്രയൊന്നും അല്ല. എസൻഷ്യൽ ഇസ്ലാം പ്രാക്ടീസ് അല്ല ഹിജാബ് എന്നുള്ളത്. നമ്മുടെ 2022 കർണാടകയിലെ കേസിൽ കർണാടക ഹൈക്കോടതി അത് എസൻഷ്യൽ പ്രാക്ടീസ് ആണെന്ന് വെച്ചാൽ അല്ലെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി പിന്നീട് അപ്പീൽ പോകുമ്പോൾ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി അത് അല്ലെന്ന് വിധിച്ചെങ്കിലും മറ്റേ ജഡ്ജി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് സുശാന്ത് ആണെന്ന് തോന്നുന്നു സംശയം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പൊ സുപ്രീം കോടതിയുടെ വലിയ ബെഞ്ച് അതിനെ വാദം കേൾക്കാനിരിക്കുക. അപ്പൊ അതിന്റെ വിധി വരും. വി ആർ അവൈറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പൊ എസൻഷ്യൽ ഇസ്ലാമിക് പ്രാക്ടീസ് അല്ല ഹിജാബ് എന്ന് പറയുന്നത്. അറേബ്യയിൽ കുറച്ച് ആളുകൾ ഇട്ടുകൊണ്ടിരുന്ന സാധനം. ഇത് എങ്ങനെയാണ് ലോകത്ത് ഇസ്ലാമിന്റെ മുഖമുദ്രയായെന്ന് വെച്ചാൽ 1979 that means 46 years. It's only 46 years. 46 വർഷത്തെ ചരിത്രമേ ഉള്ളൂ ഹിജാബിന്. 46 കൊല്ലം മുമ്പ് ഇറാനില് ഇസ്ലാമിക് റവല്യൂഷൻ വരുമ്പോ അവര് മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് നിർബന്ധമാണ്. അപ്പൊ ഈ ലോകത്തിന്റെ ക്യാമറ കണ്ണുകളും വാർത്താ ലേഖരും എല്ലാം ഇറാനിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഇത് പെട്ടെന്ന് സ്പ്രെഡായി. അപ്പൊ സമാന മനസ്സിലായി ലോകവ്യാപകമായിട്ട് മുസ്ലിങ്ങൾ അർബൻ പോപ്പുലേഷനിടെ പോലും ഇത് കൊള്ളാം, ഇത് വേണം. അങ്ങനെ ഈ ഹിജാബ് ഒരു മുസ്ലിം ഐഡന്റിറ്റിയുടെ ഒരു പ്രതീകമായിട്ട് സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ 10 വർഷം ഈ ഹിജാബിന്റെ പ്രചരണത്തിൽ ലോകവ്യാപകമായിട്ടും ഭയങ്കര ഒരു എലിവേഷൻ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 years കേരളത്തിലൊക്കെ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ഈ ഹിജാബ് ട്രെൻഡ് വരുന്നത്. ഇപ്പൊ ടോട്ടലി പറഞ്ഞാൽ 46 വർഷം. ഏറ്റവും ഇന്റൻസ് ആയിട്ട് ഇത് സ്പ്രെഡ് ആയത് കഴിഞ്ഞ 10 വർഷം. അതൊന്നും നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് ഒന്നും അല്ല, അവരുടെ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. അതാണ് എന്റെ ചരിത്രം. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ 65 വർഷം മുമ്പത്തെ കുരിശ് 1100 വർഷമാണെന്നൊക്കെ പറഞ്ഞ് സാജു പാഷ പോലുള്ളവർ പറയുമ്പോൾ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണെന്ന് ഒരിക്കലും. ഹിജാബിന്റെ ഒരു ചരിത്രം എന്താണ്? അല്ലെ, ഹിജാബിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് അറേബ്യയിലെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൾച്ചറൽ മുസ്ലിമാണ്. അറബിക് മുസ്ലിങ്ങൾക്ക് ഹിജാബ് ധരിക്കാതെ അവരുടെ കൾച്ചറാണ്. അതൊരിക്കലും അവരുടെ റിലീജിയസ് പ്രാക്ടീസ് ആണ്. റിലീജിയനും കൾച്ചറും രണ്ടാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള ഒത്തിരി അറബികളുണ്ട്. അവരെല്ലാം ഈ കുപ്പായം തലപ്പാവും ഒക്കെ വെച്ച് അവരാ തുണി മാറ്റുന്നില്ല. പെന്തക്കോസ്തിൽ ചേരുന്നത് മാറ്റിച്ചാണ്. ഇപ്പൊ കൾച്ചറിനെ ക്രിസ്ത്യാനിറ്റി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എടുത്ത് കളയുന്നില്ല. പെന്തക്കോസ്തുകാരാണ് അന്നേരം പറയും ഇതെല്ലാം താടിയും മുടിയെല്ലാം പാടിച്ച് പാൻറ്റും ഷർട്ടും ഇട്ട് സായിപ്പിനെ പോലെ ആകണം എന്നുണ്ട്. പക്ഷെ സൗദി ക്രിസ്ത്യൻസ് ഉണ്ട്. ഇന്നും ഞാനൊരു സൗദി ക്രിസ്ത്യന്റെ റീല് കണ്ടു. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് കണ്ടോ, അറബി എന്ന ഡ്രസ്സാണ്, ഇത് മുസ്ലിമിൻ്റെതല്ല, ഇത് അറബിയുടേതാണ്. അറബി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല എല്ലാവരും, അറബി ക്രിസ്ത്യൻസും ഉണ്ട്. ഇപ്പൊ സിഖുകാരുടെ തലപ്പാവ് അത് സിഖ് വംശത്തിൻ്റെതാണ്. അപ്പൊ ഒരു സിഖുകാരൻ ഒത്തിരി സിഖുകാർ ഇപ്പൊ പെന്തക്കോസിലാകുന്നുണ്ട്. പെന്തക്കോസുകാരെന്ന് സിഖുകാരെ കൊണ്ട് മുഴുവൻ പെന്തക്കോസുകാർ എന്ത് ചെയ്യുക, താടി പഠിപ്പിക്കുന്നു, തലപ്പാവ് പഠിപ്പിക്കുന്നു.
പക്ഷെ അവന്റെ ആ കൾച്ചറൽ ഐഡന്റിറ്റിയെ കീപ്പ് ചെയ്തുകൊണ്ട് തലപ്പാവും വെച്ച് താടിയും വെച്ച് ആ കൃപാണും വെച്ച് സിക്കാരൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്തുതിച്ച് നടക്കാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ആ കൾച്ചറൽ കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ അതിനെ നിലനിർത്തണ്ടേ. അപ്പം അതാണ് നമ്മള് ഈ സംസ്കാരങ്ങൾക്കെതിരായിട്ടുള്ള അധിനിവേശം പാടില്ല മതപ്രചരണത്തിൽ. അപ്പൊ മതത്തെ സംസ്കാരത്തെ രണ്ടായിട്ട് കാണും. ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു സംസ്കാരമാണ്. ഇതിപ്പം ലോകവ്യാപകമായിട്ട് ഇസ്ലാമിക് ഐഡന്റിറ്റി ആയിട്ട് റീബ്രാൻഡ് ചെയ്യപ്പെട്ടത് 1979 ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി അതിന്റെ ഒരു കാരണം എന്താ? ഈ അത് ഹിജാബ് ഉണ്ടായത് 1979 ഞാൻ പറഞ്ഞു. ഹിജാബ് റീബ്രാൻഡഡ് ആസ് എ വേൾഡ് വൈഡ് യൂണിവേഴ്സൽ ഇസ്ലാമിക് ഐഡന്റിറ്റി അല്ല ഇസ്ലാമിക് മാർക്കായിട്ട് അത് റീബ്രാൻഡ് ചെയ്യപ്പെട്ടു. അത് 1979 ഈ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷനോടനുബന്ധിച്ച് സംഭവിച്ചതാണ്. അവര് വെസ്റ്റേൺ ഇത് ഈ ഒരു ചരിത്രം ഇപ്പൊ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാള് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ന് കക്കൂസില്ലാതിരുന്ന സമയത്ത് പുറത്തിറങ്ങി പോകാൻ നേരത്ത് മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മറച്ചിരുന്ന ഒരു തുണിയായിരുന്നാണ് പറയുന്നത്. അതിന്റെ അത് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടോ? അതൊക്കെ പകുതി തമാശയായിട്ടും പകുതി യാഥാർത്ഥ്യമായിട്ടും. അത് തന്നെയല്ല, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മണൽക്കാറ്റുള്ളതുകൊണ്ട് കണ്ണിൽ മണൽ കയറാതിരിക്കാനും ഇവരിത് ഉപയോഗിക്കാറുണ്ട്. അത് ആ ഒരു ദേശത്തെ വസ്ത്രധാരണം, ഇതെല്ലാം ഭക്ഷണ രീതി, ഇതെല്ലാം അവിടുത്തെ കാലാവസ്ഥയും ഭൂമിശാസ്ത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെടുന്നത്. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ നാട്ടിലെ വസ്ത്രധാരണം, നമ്മുടെ നാട്ടിൽ പെന്റക്കോസുകാർ വന്നേ പിന്നെയാണ് ഈ കൂടുതൽ ടൈ ഒക്കെ കെട്ടി ഈ ചൂടുള്ള സ്ഥലത്ത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരുടെ വസ്ത്രത്തിന്റെ ഓരോന്ന് ഈ എവല്യൂഷൻ ഉണ്ട്, ഇവോൾവ് ചെയ്ത് വരുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. അപ്പം ഈ കക്കൂസ് ഇല്ലാതിരുന്ന കാലത്ത് ഇപ്പൊ ഈ രാജസ്ഥാനിൽ ഈ പെൺകുട്ടികൾ, ഇപ്പോഴല്ല പണ്ടത്തെ കാലത്ത്, ഈ മൂത്രം ഒഴിക്കാൻ വേണ്ടി അവർ വട്ടത്തിൽ കറങ്ങിയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ടത്. അതായത് ഈ പെൺപിള്ളേര് മൂത്രം ഒഴിക്കാൻ സമയത്ത് വട്ടത്തിൽ ഇങ്ങനെ കറങ്ങും. വട്ടത്തിൽ കറങ്ങി ഇവരുടെ പാവാട ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടിരിക്കും. അപ്പൊ ഒരു ടെമ്പററി ടോയ്ലറ്റ് പോലെ ഈ പാവാട ഇങ്ങനെ വന്ന് ചുറ്റും ഇരിക്കും. എന്നിട്ട് അവരവിടെ നിന്ന് ഇങ്ങനെ മൂത്രം ഒഴിച്ചു പോകുന്നത്. അതേ അവിടെ രാജസ്ഥാൻ ഗ്രാമങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ ഇപ്പൊ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാനൊരു 10-35 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞത്. ഇപ്പോഴും കാണുമായിരിക്കും, കാരണം വലിയ ഡെവലപ്മെന്റും വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ചില അപ്പിക്കുപ്പായ എന്നൊക്കെ പറയുന്നത് ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. ഇപ്പോഴല്ല ഈ കക്കൂസും ടോയ്ലറ്റും ഒക്കെ ഇപ്പൊ സ്വച്ഛ് ഭാരതോ ഒക്കെ വരുന്നത്. ഈ ഇപ്പൊ നമ്മുടെ ആളുകളൊക്കെ പറയും ഞങ്ങൾക്ക് 1000 വർഷം പഴക്കമുള്ള കക്കൂസ് ഉണ്ടെന്നൊക്കെ ചേപ്പാടുകാർ പറയും. ഒന്നുമില്ല, ഇതൊക്കെ അടുത്ത കാലത്തായിട്ട് വരുന്ന പുരാതനമായിട്ട് അങ്ങ് തള്ളും. അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ പുതുതായിട്ട് വരുന്നതാണ്. അപ്പൊ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സാധനമാണ് ഹിജാബ്. അതുപോലെ തന്നെ ഈ ബുർക്ക, അതുപോലെ ഈ പർദ, ഇതെല്ലാം ആ അറബിക് കൾച്ചറിൽ വന്നിട്ടുള്ളതാണ്. അവർക്കത് നെസസറി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ന് സൗദി അറേബ്യ പോലും പെണ്ണുങ്ങൾ എന്ത് ചെയ്തിരിക്കുക, ഹിജാബ് ഇടുന്നില്ല, പർദ്ദ ഇടുന്നില്ല, നല്ല വസ്ത്രമൊക്കെ ഇട്ട് ആവിഷ്കരിക്കുക. അതായത് തന്നെ ആവിഷ്കരിക്കാൻ വസ്ത്രം. ഇപ്പം ഇവിടെ അമേരിക്കയില് ഈ ന്യൂയോർക്കിലൊക്കെ താമസിക്കുന്നവന്മാർക്ക്, ഈ സ്ത്രീകൾക്കൊക്കെ നല്ല തുണിയുണ്ട്, ആണുങ്ങൾക്ക് നല്ല പാന്റ് ഷർട്ടും ഉണ്ടെങ്കിലും ഒരു 5-6 മാസവും ഇത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം തണുപ്പായിട്ട് ജാക്കറ്റ് ഒക്കെ ഇട്ടേ പറ്റൂ, ജാക്കറ്റ് ഇട്ടേ നടക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോ ടെക്സസിലൊക്കെ 12 മാസം നമുക്ക് ഷർട്ടും പാന്റും ഒക്കെ ഇട്ട്, അവർക്ക് ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര അസൂയാണ്. നമുക്കിടെ മേടിക്കുന്ന വസ്ത്രം ആളുകൾ കാണും, നമുക്ക് നല്ല ഉടുപ്പുണ്ടെ ആ ഉടുപ്പിട്ട്. പക്ഷെ അവർക്ക് സംബന്ധിച്ച് എത്ര ഉടുപ്പുണ്ടെങ്കിലും പറയാനില്ല, ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുള്ളൂ. അപ്പൊ ആ കാലാവസ്ഥയുടെ പ്രതികൂലം കൊണ്ട്. അതുപോലെ അറബിയില് ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ പെണ്ണുങ്ങളൊക്കെ നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് മുടിയൊക്കെ നല്ല ഷൈനിങ് ഒക്കെ ആക്കി നടക്കുകയാണ്. അവര് തല മറിച്ചും ദേഹം മറിച്ചും ഒന്നും അല്ല നടക്കുന്നത്. സൗദിക്കാർക്ക് വിവരം വെച്ചു, നേരം വെളുത്തു, സൗദിയിൽ ഈ സാധനത്തെ അവർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തില് മതഭ്രാന്തന്മാര് ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ദയനീയമാണ്. അപ്പൊ ഈ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ കറുത്ത ഉപ്പായിട്ട് നടക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഞാൻ കേരളത്തിൽ പോയിട്ട്, ഞാൻ നോർത്തിലോട്ട് അല്ല വടക്കൻ കേരളത്തിലോട്ടൊക്കെ പോയപ്പോ കാണും അവിടെ എല്ലാം കറുത്ത രൂപങ്ങൾ നടക്കുകയാണ്. എന്തൊരു ദയനീയമാണ്. കേരളം പുറകോട്ടാണ് പോകുന്നത്, മതഭ്രാന്താണ്. ക്രിസ്ത്യാനികൾക്കും പിടിച്ചിട്ടുണ്ട്. കാരണം ഈ പണ്ടൊക്കെ ഈ ക്രിസ്ത്യാനികൾ അടുത്തുള്ള ഹിന്ദുവായിട്ടൊക്കെ സ്നേഹത്തിലും അവന്റെ അമ്പലത്തിൽ പോയി. ഇപ്പൊ അതെല്ലാം വിഗ്രഹാർപ്പിതാണെന്നും അവന്റെ ദൈവം പിശാചാണെന്നും ഒക്കെ ഉള്ള ഈ പെന്തക്കോസ്ത് രീതിയിലുള്ള പ്രസംഗങ്ങളാണ്. മണനാട് പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന 60% ഹിന്ദുക്കളാണ് വരുന്നത്. ആ പള്ളിയിൽ നിന്ന് ഇപ്പൊ സുവിശേഷമാണെന്ന് പറഞ്ഞ് ജീപ്പ് വെച്ച് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ച് മാനസാന്തരപ്പെടുകയെന്ന് ആ ദേശത്തുള്ള ആളുകളുടെ സ്വസ്ഥതയിലേക്ക് ഈ മൈക്ക് വെച്ച് പറയുക, മണനാട് പള്ളിയിൽ നിന്ന് വിടുക. അപ്പൊ അത്രയും വർഗീയമായ കാലുഷ്യം. അതായത് മുസ്ലിങ്ങൾക്ക് തീവ്രവാദം വരുന്നതോടൊപ്പം തന്നെ ആർക്കും വരുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്കും വരുന്നുണ്ട്.
ഹിന്ദുക്കൾക്കും വരുന്നുണ്ട്. ഹിന്ദുക്കളും മൈക്ക് വെച്ച് വെല്ലുവിളിക്കാനും ഒക്കെ അവർ ചിലപ്പോൾ അളമുട്ടിയ ചേരം കഴിക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പം 3 മതങ്ങളും തീവ്രവാദത്തിന്റെ വഴിയിലൂടെയാണ് നടക്കുന്നത്. ആണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ ഹിജാബ് എന്ന് പറയുന്നത് ഒരു അറബിക് കൾച്ചർ മാത്രമേ ഉള്ളൂ, അതായത് ഇസ്ലാമിന്റെ ഒരു ഐഡന്റിറ്റി അല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയോ ഖുറാനോ എന്തെങ്കിലും ഈ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടോ? ഉണ്ട്. ഈ ഹിജാബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ പല കാര്യങ്ങളും പറയുന്നത് അതാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. അതിനെ ഡിറൈവ് ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ കർണാടക കോടതിയുടെ വിധിയെ പറ്റി ഞാൻ പറഞ്ഞത്. 2022 അത് അങ്ങനെ അല്ലെന്ന് കോടതി വിധിച്ചു. അവർ അപ്പീൽ പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ 2 ജഡ്ജിമാരുടെ ബെഞ്ചിലാണ് വാദം കേട്ടത്. ഒരു ജഡ്ജി അല്ലെന്ന് വിധിച്ചു, മറ്റേ ജഡ്ജി സംശയം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് വിശാല ബെഞ്ചിലോട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പൊ വിശാല ബെഞ്ചിന്റെ വിധി വരണം. അപ്പം ഈ ഇന്ത്യയുടെ സുപ്രീം കോടതി വിശാല ബെഞ്ച് വാദം കേട്ടിട്ട് ഈ ഹിജാബ് ആൻഡ് എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് ഇസ്ലാം എന്നുള്ളതാണ് വിഷയം. കോടതിയുടെ പരിഗണന ഇരിക്കുന്ന വിഷയമാണ്. നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കോടതി വിധി വന്നാൽ അത് ഇസ്ലാമിന്റെ എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്ന് കാര്യങ്ങളെ പരിശോധിച്ചിട്ട് കോടതി വിധിച്ചാൽ നമ്മൾ അംഗീകരിക്കണം, അംഗീകരിച്ചേ പറ്റൂ. അല്ലാതെ വിധിക്കുന്ന അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് 1979 മുതല് വന്നിട്ടുള്ള ഒരു കാര്യം. അതിനു മുമ്പ് അത് യൂണിവേഴ്സലി ഇസ്ലാമിക് പ്രാക്ടീസോ അല്ലെ ഇസ്ലാമിന്റെ ഒരു മുഖമുദ്ര അല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഏതായാലും സുപ്രീം കോടതി വരുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും അവിടെ സമർപ്പിക്കും. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് സുപ്രീം കോടതി വിധി വരത്തുള്ളൂ. അതുകൊണ്ട് ഒരു 90% എസെൻഷ്യൽ പ്രാക്ടീസ് അല്ലെന്ന് വിധി വരാനാണ് സാധ്യത. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.